പൂജ തൊട്ട് നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. നമ്മുടെ കണ്ടൻസ് ഒക്കെ നന്നായിട്ട് ഷെയർ ചെയ്തു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഹോപ്പ് ടീസറും പാട്ടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ സിനിമ റിലീസാണ്. ഒരു 1 ഇയർ എടുത്തിരുന്നു ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ക്രൂവിൻ്റെ താരതമ്യേന ഫ്രഷേഴ്സ് ആയിട്ടൊരു ക്രൂ ആണ്. ക്രൂവിൻ്റെ വളരെ 1 ഇയർത്തെ കഷ്ടപ്പാടാണ്. ആ എഫേർട്ട് നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സെയിം വൈബ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. സോ ആ സിനിമ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണും മുട്ടിയായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതൊരു ബിഗ് ഹിറ്റ് ആക്കാനായിട്ട് നന്നായിട്ട് പുഷ് ചെയ്യുക. നമ്മൾ തിയേറ്ററിൽ അടിക്കണം എന്ന രീതിയിലാണ് ആ സിനിമയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഒരു സാധനത്തിൽ അടിച്ചില്ലെങ്കിൽ അടുത്ത സാധനം പിടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പരിപാടികൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ പ്രൊഡ്യൂസർ സെഞ്ചുറി കൊച്ചുമോൻ സാറ് പടം ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ സെഞ്ചുറി കൊച്ചുമോൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സെഞ്ചുറി എന്ന് പറയുന്നത് സെഞ്ചുറി മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നാണ്. ഭയങ്കര ലെഗസി ഉള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. ഇപ്പോൾ ദേ സ്റ്റാൻഡ്സ് ഫോർ ഫാമിലി വാല്യൂസ്. അനുബന്ധം, തന്മാത്ര പോലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ആ ഫാമിലി വാല്യൂസിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ദാവീദ് പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷറായിട്ടൊരു ഡയറക്ടർ വന്ന് ചെയ്യുന്നു. അതിൽ കുറെ ക്രൂസ് മെമ്പേഴ്സും പുതിയ ആളുകളാവുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ സെഞ്ചുറിയുടെ ലെഗസി നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ദ ഫിലിം സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് ഫാമിലി വാല്യൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്കും നാളെ തിയേറ്ററിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റും. ദാവീദ് ഇസ് ഇൻ ആൻഡ് ഔട്ട് ഫാമിലി എന്റർടൈനർ. ഫാമിലി വരണം, ഫാമിലി വന്ന പടം കാണണം. നിങ്ങൾക്ക് ആ ഫാമിലിക്ക് ആ പടം ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും പിള്ളേർ വന്നാൽ വർക്കാവില്ല എന്ന്. അപ്പോൾ അതിന്റെ മറുപടിയും കൊച്ചുമോൻ സാർ തന്നെ പറഞ്ഞു, പിള്ളേർ വരുന്നത് ഫാമിലി എന്നല്ലേ, അമ്മയ്ക്കും വർക്കാവുമെന്ന്. സോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സിനിമയുടെ USP നമുക്ക് ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാരെയും നിങ്ങൾക്ക് അറിയാം, പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് നമ്മുടെ സിനിമയിലെ തന്നെ ഉള്ള ആളുകളാണ്, അവരുടെ സിനിമയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ മോ ഇസ്മയിൽ. ഈ ദ ക്യാരക്ടർ സൈനുൽ അഹ്മദ്. അപ്പൊ അദ്ദേഹം ഈസ് ആൻ ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടർ, പ്രൊഡ്യൂസർ, ആൻഡ് വെൻ ഐ എം വർക്കിംഗ് വിത്ത് ഹിം എന്നെ ഒരുപാട് പുള്ളി ഇൻസ്പയർ ചെയ്തിരുന്നു വിത്ത് ഹിസ് ആക്ടിങ് സ്കിൽസ്. ആൻഡ് മലയാള സിനിമയ്ക്ക് ഈ സിനിമയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിയുന്നു. ആൻഡ് മൈ മോ ഇസ്മൈൽ ആസ് സൈനുൽ അഹ്മദ്. Okay, and I think Mo has something to talk to you guys. He is our USP, and please listen to him. Good evening, namaskaram, and assalamu alaikum. Hope everybody's doing great. It's an absolute pleasure and honor to be here with you guys. Thank you guys for coming today, all the press. It's much appreciated that you're covering this incredible film. But before I start, I want to first start everyone from the beginning of this incredible journey, including, of course, Govind. But before that, I want to thank my man all the way to the right corner, Achu, one of the main producers on this film, because he made everything happen, and he reached out to me, and from the second I laid my eyes on the script, honestly, I was amazed that this kind of film was written by Deepu and Govind, who put so much effort, research. They went all around India, talked to so many real athletes, real boxers, to really come up with a story, and then intertwine it and integrate it, and then package the film in a way where it is sold to a general audience, to a family for an action, however it might be pleased. And then, of course, with Anthony's beautiful presence, this is one of the men that I respect the most on this film, because he went through an insane transformation. And me being an athlete myself and usually maintaining a specific physique, I know how hard it is. So for Anthony to do this with the rest of the production team, it was absolutely phenomenal. And then to work with a cast like Jess, who for me blew my mind. I love her. Every scene was amazing. Lijo was phenomenal. Saiju sir, remember from the first day we connected, and it was just, we knew each other, all of us. So it's been a magical journey. It took us over 3 months to bring this for you guys. It's premiering finally tomorrow, and we're very excited. I'm very happy and honored and humbled to be here. I hope you guys, and I'm sure actually you will enjoy the film, and I'm looking forward to your reviews. So thank you for having me. Govind sir, you are
a legendary director. As you guys know, some of you might know, this is his directorial debut. And I can assure you, he's going to make waves not just out of Kerala, but all the way out of India, regionally, globally, and internationally. Because I will tell you something, sir, I have watched every fight movie since Bruce Lee, since the 1960s. I grew up watching Stallone, Arnold, and everybody. And to see a film like this coming out of Kerala, brought by this beautiful team, for me, I'm telling you, we're taking things to a next level, and I can put my word behind that, and I can also tell you something else. Lastly, me and Pepe, for 11 days straight, were fighting 12 hours a day, punching each other in the face, in the ribs, in the body, everywhere. Everything was performed, of course, professionally and up to task, but I've never seen a man take this many punches and still survive, and I'm happy you also punched me back. But thank you. Thank you very much. എനിക്കെന്റെ പേര് മാത്രം മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ സിനിമ നാളെ റിലീസ് ആവാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. എല്ലാ സിനിമകളുടെ പിന്നിലും ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ ഈ പടത്തിന് വേണ്ടി ഞങ്ങളൊരു 6 month ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ബോക്സിങ്ങും അതേപോലെ തന്നെ വർക്കൗട്ട്, ഡയറ്റ്. ഞാൻ ഭയങ്കര ഫുഡി ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. ഇപ്പോൾ ഈ പടം ചെയ്തതിനേക്കാൾ ഉപരി എനിക്ക് പേഴ്സണലി എനിക്കിപ്പോൾ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി. അതെനിക്കൊരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ് ഈ ദാവീദ് എന്ന് പറഞ്ഞ മൂവി ചെയ്തത്. അപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയല്ല. ഒരു സാധാരണ ഒരു മലയാളിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്രയും നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് തിയേറ്ററിലും അല്ല. അതേപോലെ തന്നെ നാളെ വേറെ 2 സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. പൈങ്കിളി, അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സാണ് വർക്ക് ചെയ്യുന്നത്. സജിൻ എൻ്റെ കൂട്ടുകാരനാണ്. അതേപോലെ തന്നെ അർജുൻ്റെ പടങ്ങളുണ്ട്, റൊമാൻസ്. അപ്പം എല്ലാ പടങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ. കാരണം ഒരു പടം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അവരെടുക്കുന്ന എഫേർട്ടും അതൊക്കെ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാ പടത്തിനും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ, ഏറ്റവും അടിപൊളിയാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പടം ദാവീദും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു.